ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ, ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഈ ഒരു വിഷയം പറയാനുണ്ടായ കാരണം ബ്രദർ ആഷിഖിൻ്റെ ഒരു വീഡിയോ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ കണ്ടു. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ഒരു പ്രാർത്ഥന പോലും ലഭിക്കാതെ പോയ ആത്മാവ് എന്നും പറഞ്ഞാണ് വീഡിയോയുടെ ടൈറ്റിൽ. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ വീഡിയോയുടെ ആരംഭത്തിൽ തന്നെ ഏകദേശം മൂന്നാം മിനിറ്റ് മുതൽ 6 മിനിറ്റ് വരെയാണ് ആ വിഷയം വരുന്നത്. അതിൻ്റെ അകത്ത് പറയുന്ന കാര്യം ഇതാണ്: വിശുദ്ധ മാർഗരറ്റ് മേരിക്ക് ഒരു ദർശനം ഉണ്ടായത്, അതായത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെക്കുറിച്ചുള്ള ഒരു ദർശനം ഉണ്ടായത്. അതായത് 2 പ്രമുഖരായ വ്യക്തികൾ മരിച്ചു. അപ്പോൾ അവർ ശുദ്ധീകരണ സ്ഥലത്ത് ചെന്നപ്പോൾ അതിൽ ഒരാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്തോരം പ്രാർത്ഥിച്ചിട്ടും അയാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മാത്രം ദൈവം സ്വീകരിക്കുന്നില്ല. അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെല്ലാം മറ്റെങ്ങോട്ടോ പോയി, ഉപകാരപ്പെടാതെ പോയി. അപ്പോൾ അതുകൊണ്ട് ഈ വ്യക്തി മരിച്ചപ്പോൾ എങ്ങനെ ശുദ്ധീകരണ സ്ഥലത്ത് പ്രവേശിച്ചോ അതേ അവസ്ഥയിൽ ഒരു മാറ്റവും ഇല്ലാതെ അവിടെ തുടരുന്നതായിട്ടാണ് വിശുദ്ധ മാർഗരറ്റ് മേരിക്ക് ദർശനം ലഭിച്ചതെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ കണ്ടപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: അതായത് ഈ ദൈവനീതി നടപ്പിലാക്കാൻ വേണ്ടി ദൈവം ചില ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന നമ്മൾ ഉദ്ദേശിക്കുന്ന ആത്മാക്കൾക്ക് കൊടുക്കാതെ വേറെ ചില ആത്മാക്കൾക്ക് കൊടുക്കും. അത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ആത്മാവ് മൂലം, അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തിയുടെ ആത്മാവ് മൂലം ഏതൊക്കെ ആത്മാക്കൾ വേദനയും സഹനങ്ങളും ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ടോ, ദ്രോഹങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടോ, ആ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈശോ ഈ പ്രാർത്ഥനകളെ മാറ്റി വിടുന്നത് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ 1-2 വീഡിയോയിൽ മുൻപുണ്ടായിരുന്ന വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. 109 സങ്കീർത്തനത്തിനകത്ത് കർത്താവെ പ്രതികാരം ചെയ്യണമേ എന്ന ഒരു ടൈറ്റിലോട് കൂടിയ ആ സങ്കീർത്തനത്തിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ നിലവിളിയും, അല്ലെങ്കിൽ മരിച്ചുപോയ നീതിമാൻ്റെ നിലവിളിയാണ് കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഭൂമിയിൽ ചെയ്യുന്ന ഓരോ പാപങ്ങൾക്കും തക്കതായിട്ടുള്ള ന്യായവിധിയാണ്, അല്ലെങ്കിൽ ന്യായപൂർവമായ ദൈവത്തിൻ്റെ ശിക്ഷണ നടപടികളെയും കുറിച്ചാണ് 109 സങ്കീർത്തനത്തിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 109 സങ്കീർത്തനം ഇങ്ങനെ പറയുന്നുണ്ട്: അവൻ്റെ മക്കൾ, 109 സങ്കീർത്തനം 10-ാം വാക്യം, അവൻ്റെ മക്കൾ അലഞ്ഞ് നടന്ന് ഭിക്ഷ യാചിക്കട്ടെ, അവർ വസിക്കുന്ന നഷ്ടശിഷ്ടങ്ങളിൽ നിന്ന് അവർ ആട്ടി ഓടിക്കപ്പെടട്ടെ, കടക്കാർ അവൻ്റെ സ്വത്ത് പിടിച്ചെടുക്കട്ടെ, അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലങ്ങൾ അന്യർ കൊള്ളയടിക്കട്ടെ. ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അത് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഇത് വ്യക്തമായിട്ട് കാണാനും പറ്റും. അതായത് എന്തുമാത്രം സമ്പത്തുണ്ടാക്കിയാലും അതെല്ലാം, അല്ലെങ്കിൽ എന്തുമാത്രം പണിയെടുത്താലും പൈസയൊന്നും നമ്മുടെ കയ്യിൽ വരുന്നില്ല. അല്ലെങ്കിൽ പൈസ ഉണ്ടായാൽ തന്നെ അതൊക്കെ പല രീതിയിൽ നമുക്ക് പ്രയോജനമില്ലാത്ത രീതിയിൽ ചിലവായി പോകുന്നു. അല്ലെങ്കിൽ വലിയ കടബാധ്യത, എന്തുമാത്രം കടബാധ്യതകൾ നമ്മൾ തീർത്താലും തീരാത്ത രീതിയിൽ വീണ്ടും കടബാധ്യത കൂടി വരിക, ഇങ്ങനെയൊക്കെ പല പ്രതിഭാസങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ പ്രശ്നങ്ങൾക്കുള്ള പ്രധാന കാരണമായിട്ട് പറയുന്നത്, നമ്മുടെ പൂർവികർ ആരെയൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ടോ, ആരെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടോ, ആ മനുഷ്യരുടെയൊക്കെ നിലവിളി ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായിട്ട് നിലവിളിക്കുന്നു.
ബൈബിളിൽ പറയുന്നത് നീതിമാൻ്റെ രക്തം ദൈവസന്നിധിയിൽ നീതിക്കായി നിലവിളിക്കുന്നു എന്നൊക്കെ പറയുന്നു. എന്ന് പറഞ്ഞ പോലെ ആ ഒരു നിലവിളി എപ്പോഴും ദൈവത്തിന് മുമ്പിലുണ്ട്. അപ്പോൾ ആ നിലവിളി ദൈവം എപ്പോഴും ശ്രമിക്കും. അപ്പോൾ അവർക്ക് നീതി നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇപ്രകാരം ഈ നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില മനുഷ്യർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം ഈ പ്രാർത്ഥന സ്വീകരിക്കാതെ നമ്മളുടെ ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു സംഭവമാണ് ഈ പറഞ്ഞ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതൊരു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്, ഇത് അനുഭവമാണ്. അതുകൊണ്ടാണ് മിക്കവരും ഈ പൂർവികർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടും യാതൊരുവിധ അവരുടെ ജീവിതത്തിലൊന്നും കാര്യമായ പുരോഗതിയോ മാറ്റങ്ങളോ വരാത്തത്. അപ്പോൾ ഇവർ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഞങ്ങളുടെ പൂർവികർക്ക് വരെ അനുഗ്രഹിക്കണമേ, അവർ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണമേ, അവരെ സ്വർഗത്തിലേക്ക് നയിക്കണമേ എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നേരിട്ട് നമ്മുടെ പൂർവികർക്ക് വേണ്ടിയിട്ടല്ല. ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ഇപ്രകാരമാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ പൊതുവേ പ്രാർത്ഥിക്കുന്ന രീതി ഇങ്ങനെ തന്നെയാണ് വർഷങ്ങളായി. അതായത് ആദ്യമേ ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ പൂർവികരിലൂടെ കഷ്ടതയും നഷ്ടങ്ങളും ദ്രോഹങ്ങളൊക്കെ സഹിക്കേണ്ടി വന്ന മനുഷ്യരുണ്ട്. അങ്ങനെ വലിയ കഷ്ടതയിലൂടെ സഹനങ്ങളിലൂടെയൊക്കെ കടന്നുപോയി മരിച്ചുപോയ മനുഷ്യരുണ്ട്, അവരുടെ ആത്മാക്കളുണ്ട്. അവരെ ഈ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിപ്പിക്കണം. അതോടൊപ്പം തന്നെ അവരുടെ ഭൂമിയിലുള്ള തലമുറകളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്നാണ് ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴുള്ള ഗുണം, പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പെട്ടെന്ന് ഈശോ സ്വീകരിക്കും. അപ്പം നമ്മൾ അപ്രകാരം പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ സ്വന്തം പൂർവികർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമ്മുടെ പൂർവികർക്കും വേഗം തന്നെ വിടുതൽ ലഭിക്കുകയും ചെയ്യും. ഇപ്രകാരം പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് ഈ നല്ലൊരു ശതമാനം മനുഷ്യരുടെ ജീവിതത്തിലും ഈ പൂർവികർക്കൊക്കെ വേണ്ടി എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും എത്രമാത്രം പരിഹാരം ചെയ്തിട്ടും എത്രമാത്രം വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടും അവരുടെ ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങളൊന്നും സംഭവിക്കാത്തത്. അപ്പോൾ ഈ വിഷയം തന്നെയാണ് ഈ വീഡിയോയിൽ, ഈ ബ്രദറിൻ്റെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വിശുദ്ധ മാർഗരറ്റ് മേരിക്ക് ഈശോ നൽകിയ ദർശനത്തിലുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പം ഞാൻ ഈ വിഷയം ഇപ്പോൾ പറയാൻ കാരണം, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഈ കാര്യം പലരോടും പറയുമായിരുന്നു. പക്ഷേ ആർക്കും അത്ര വിശ്വാസയോഗ്യമായിട്ട് തോന്നി ഇങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ എന്ന്. അപ്പോൾ ഇവരുടെ കാരണം എനിക്കിതിന് പറയാൻ പറ്റിയ വലിയ തെളിവുകളൊന്നും എൻ്റെ കയ്യിലില്ല. പക്ഷേ എൻ്റെ ഉറച്ച ബോധ്യത്തിൽ നിന്നാണ് ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ സോളമൻ, അതായത് ദാവീദ് പാപം ചെയ്തപ്പോൾ ശരിക്കും രാജാധികാരം ലഭിക്കേണ്ടത് ദാവീദിൻ്റെ മൂത്ത മകനായിരുന്നു. പക്ഷേ ദാവീദിൻ്റെ മൂത്ത മകനല്ല കർത്താവ് അധികാരം കൊടുത്തത്, ഈ സോളമനാണ്. സോളമൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഊറിയായുടെ ഭാര്യയിലുണ്ടായ ബത്ശബയിലുണ്ടായ മകനാണ് സോളമൻ. അപ്പോൾ സോളമനെയാണ് കർത്താവ് രാജാവായിട്ട് തിരഞ്ഞെടുത്തത്. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഊറിയായുടെ രക്തം, അവൻ്റെ രക്തത്തിൻ്റെ നിലവിളിക്കുള്ള പ്രതിഫലമാണ് പ്രതിഫലമായിട്ടാണ് സോളമനെ ദൈവം രാജാവാക്കിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിലും പലരുടെയും ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഒരുപക്ഷെ നമ്മളെക്കാൾ ആരോഗ്യപരമായിട്ടും ബുദ്ധിപരമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ താഴ്ന്ന നിലയിലുണ്ടായിരുന്ന, ഒരു കാലത്ത് നമ്മളുടെ ആശ്രിതരായി കഴിഞ്ഞിരുന്ന മനുഷ്യരുടെ മക്കൾ ഒരു പ്രായം കഴിയുമ്പോൾ വളരെയധികം ഭൗതികമായിട്ടുള്ള വളർച്ചയിലേക്കും സാമ്പത്തിക വളർച്ചയിലും എല്ലാ തരത്തിലും അവർ വളർന്ന് വരികയും
ശക്തരാകുകയും നല്ല സമൂഹത്തിൽ നല്ല വ്യക്തിത്വങ്ങളായി മാറുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു കാലത്ത് പ്രതാപികളായിരുന്ന മനുഷ്യരുടെ കുടുംബവും മക്കളും എല്ലാം നേരെ അതപ്പതിച്ച് സാമ്പത്തികമായും എല്ലാ തരത്തിലും ആത്മീയമായിട്ടും എല്ലാ തരത്തിലും അതപ്പതിച്ച് തകർന്ന് തരിപ്പണമായി ഇങ്ങനെ ദരിദ്രരായി മാറുന്ന കാഴ്ചയെ കാണാറുള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഒരു കാര്യം ബോധ്യപ്പെട്ടത്. അതായത് നമ്മൾ നമ്മുടെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നേരിട്ട് എൻ്റെ അപ്പനെയും അമ്മയും വേഗം തന്നെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമേ എന്ന് അല്ല പ്രാർത്ഥിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ അതിനേക്കാൾ കർത്താവിന് സ്വീകാര്യമായ പ്രാർത്ഥനാ രീതി എന്ന് പറയുന്നത്, അതിനേക്കാൾ ഫലദായകമായിട്ടുള്ള പ്രാർത്ഥനാ രീതി എന്ന് പറയുന്നത്, നമ്മൾ ഈ മുൻപ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പൂർവികരിലൂടെയൊക്കെ അല്ലെങ്കിൽ നമ്മളിലൂടെയൊക്കെ സഹനങ്ങളും വേദനകളും കഷ്ടതയും ദാരിദ്ര്യവും പ്രതിസന്ധിയൊക്കെ നേരിടേണ്ടി വന്നവരും അങ്ങനെ ജീവിതം വഴിമുട്ടിപ്പോയവരും കഷ്ടത അനുഭവിച്ചവരും അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ മരിച്ചുപോയ മനുഷ്യരുടെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവർക്കാദ്യം ആശ്വാസം ലഭിക്കും. അതിന് ശേഷമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ പൂർവികരെയും വേഗം തന്നെ ആ ശുദ്ധീകരണത്തിൽ നിന്ന് മോചിപ്പിക്കും. ഇല്ല എങ്കിൽ നമ്മൾ ഈ മുൻപറഞ്ഞ മനുഷ്യർ, അതായത് ഈ സഹനങ്ങളിലൂടെ നമ്മുടെ പാപങ്ങളുടെയും പ്രവൃത്തികളുടെയൊക്കെ ഫലമായി കഷ്ടത അനുഭവിച്ച് മരിച്ചുപോയ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കടന്നുപോയ മനുഷ്യരുടെ ആത്മാക്കൾ എന്നാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്നും മോചനം ലഭിക്കുന്നത്. അതിന് ശേഷം മാത്രമേ നമ്മുടെ പൂർവികർക്ക് ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്നും മോചനം ലഭിക്കുകയുള്ളൂ. അതിന് വേറൊരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യം, ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളപ്പോൾ പോലീസിൽ പരാതി കൊടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം അത് കേസായി കഴിഞ്ഞാൽ അത് പിന്നീട് വർഷങ്ങളോളം നീണ്ടുപോകും. അപ്പം നമ്മൾ പറയുക നമുക്ക് കേസ് വേണ്ട, പോലീസുകാരോട് നേരിട്ട് പറയുക നമുക്ക് കേസ് വേണ്ട, ഈ പ്രശ്നം ഇവിടെ തന്നെ എങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പോലീസുകാർ പറയും നിങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ആണെന്ന് പറയും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, അല്ലാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇതേ രീതി തന്നെയാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ കർത്താവിൻ്റെ നീതി എന്ന് പറയുന്നത് ഇതുപോലെയൊക്കെ തന്നെയാണ്. നമ്മളിപ്പോൾ പറയും എൻ്റെ കാരണവന്മാരെ സ്വർഗത്തിലേക്ക് കരയറ്റണമേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ ആദ്യം പറയുന്ന ഇതാണ്. ആദ്യം അവരിലൂടെയും നിന്നിലൂടെയൊക്കെ നിൻ്റെയും അവരുടെയൊക്കെ പാപത്തിൻ്റെ ഫലമായി കഷ്ടത അനുഭവിക്കുകയും പാപം ചെയ്യേണ്ടിയും വന്ന മനുഷ്യരുടെ ആത്മാക്കൾക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കുക, അവർക്ക് മോചനം ലഭിക്കട്ടെ, അതിനുശേഷം നിങ്ങളുടെ കാര്യം പരിഗണിക്കാം എന്നാണ്. അതുതന്നെയാണ് ഈ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, പ്രതിയോഗിയോട് നീ വഴിക്ക് വെച്ച് തന്നെ നീ രമ്യതപ്പെട്ടുകൊള്ളുക, അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ നിന്നെ കാരാഗ്രഹ പാലകനും ഏൽപ്പിച്ചു കൊടുക്കും, അവസാന ചില്ലിക്കാശ് കൊടുത്ത് വീട്ടുന്നത് വരെ നീ അതിൽ നിന്നും പുറത്ത് വരികയില്ല എന്ന് ഈശോ പറയുന്നുണ്ട്. ഇതാണ് ഇനി സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മരിച്ചുപോയവരുടെ കടങ്ങൾ വീട്ടുക എന്ന് പറയുന്നത് ഇപ്രകാരമാണ്. അതായത് നമ്മുടെ മുൻ പറഞ്ഞ പോലെ ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ കൊണ്ട് സഹിക്കേണ്ടി വന്ന ദ്രോഹങ്ങൾ സഹിക്കേണ്ടി വന്ന പാപം ചെയ്യേണ്ടി വന്ന മനുഷ്യരുടെ ആത്മാക്കൾക്ക് അവരുടെ മോചനത്തിന് വേണ്ടി ആദ്യം നമ്മൾ പ്രാർത്ഥിക്കണം. അതിനുശേഷമാണ് മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ പൂർവികർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന വളരെയധികം ഫലദായകമായിരിക്കും. അതിലൂടെ നമ്മുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടാകും. ഈ മാറ്റങ്ങൾ പെട്ടെന്ന് ഉണ്ടാകും എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരുമെന്നല്ല. നമ്മളെ അലട്ടുന്ന വളരെ ഗൗരവമേറിയ പ്രതിസന്ധികൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും.
പിന്നെയും നമ്മൾ സഹിക്കേണ്ടതുണ്ട്. അല്ലാതെ ഈ പ്രാർത്ഥനയിലൂടെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് നമ്മൾ സ്വതന്ത്രനായി എന്നതിനർത്ഥമില്ല. പക്ഷെ നമ്മളെ വളരെയധികം ഞെരുക്കി പീഡിപ്പിക്കുന്ന എല്ലാവിധ കഷ്ടതകളിൽ നിന്നും നമുക്കൊരു ശമനം, ഒരയവും ഒരു സമാധാനമൊക്കെ തരും. അതാണ് ഈ പ്രാർത്ഥനയുടെ ഒരു പ്രധാന ഫലം. അതുകൊണ്ട് ഈ ഒരു കാര്യം, ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട രീതി ഇപ്രകാരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ഈ ഒരു രീതി പൊതുവെ ആളുകൾക്ക് അങ്ങനെ വലിയ പരിചയമില്ല. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ കൃത്യമായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇങ്ങനെ പറയാൻ കാരണം, ഈ മുമ്പ് ആദ്യമേ പറഞ്ഞ വീഡിയോ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് വിശുദ്ധ മാർഗരറ്റ് മേരി കണ്ട ഒരു യാഥാർത്ഥ്യം തെളിവായിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും ആളുകൾ എന്നോട് ചോദ്യം ചെയ്യാറുണ്ട്. താങ്കൾക്ക് എങ്ങനെ അറിയാം, എന്താ തെളിവെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇങ്ങനെയൊരു തെളിവ് വ്യക്തമായിട്ട് എൻ്റെ മുമ്പിൽ വന്നതിൻ്റെ പേരിലാണ്. ഇത്രയും വ്യക്തമായിട്ട് മുമ്പ് തന്നെ ഞാൻ വ്യക്തമായിട്ടാണ് പറയുന്നത്. ഒന്നും കൂടി ഞാൻ ശക്തമായിട്ട് പറയുന്നത് ഈ ഒരു തെളിവും കൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് ഈ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കാനായിട്ട് മറ്റുള്ളവർക്ക് ഒരു നിർദ്ദേശം നൽകുന്നത് നല്ലതായിരിക്കും. ഇത് അവരുടെ ആത്മീയ ജീവിതത്തെ വളരെയധികം ഉത്തേജിപ്പിക്കും. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആമേൻ.